നമസ്കാരം. നമ്മുടെ ഈ നാട്ടിലെ ഹൈന്ദവരെ എങ്ങനെയെങ്കിലുമൊക്കെ നാണം കെടുത്തി അവരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സുഡാപ്പി തീവ്രവാദി കുറെ കൂട്ടങ്ങൾ ഇന്ത്യയിൽ നിന്നും പശുവിറച്ചി വ്യാപകമായി കയറി പോകുന്നു എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോണ ഒരു ശബ്ദരേഖ. അവനെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയുള്ള തീവ്രവാദി സുഡാപ്പികൾ ഈ നാട്ടിലെ RSSന്റെയും BJPയുടെയും പേര് പറഞ്ഞ് ഹിന്ദുക്കളിട്ട് നല്ല കൊട്ടുകൊട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ആ ശബ്ദരേഖ കേട്ടിട്ട് നമുക്കിപ്പോ എല്ലാം ജെമിനിയിലാണല്ലോ ചോദിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ. അപ്പൊ എന്തായാലും ജെമിനിയോട് തന്നെ നമുക്ക് ചോദിക്കാം ഇതിന്റെ സത്യാവസ്ഥ എന്താണുള്ളത്. ആദ്യം നമുക്ക് ആ ശബ്ദരേഖ കേൾക്കാം. നിങ്ങളൊക്കെ ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നു. ബീഫ് വരുമാനം 34,177 കോടി കവിഞ്ഞു. ലോകശക്തികളെ കീഴടക്കി ഇന്ത്യ മുന്നിൽ നിന്ന് നയിച്ച് UP. ഇതാ ഈ കാണുന്നത് ബീഫാണ്. ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പിന്റെ തൊട്ടടുത്ത് ബംഗാളികൾ നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്നും വാങ്ങിയതാണ്. ഇത് ഇന്ത്യയിൽ നിന്നും വരുന്ന ബീഫാണ്. ജെമിനി, ഇന്ത്യയിൽ നിന്നും പശു ഇറച്ചി കയറ്റി അയക്കുന്നുണ്ടോ? കയറ്റി അയക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാംസം പ്രധാനമായും പോത്തിറച്ചി, കാരാബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ബ്രസീലിന് തൊട്ടു പിന്നിലായാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യയിൽ നിന്നുള്ള മാംസം കയറ്റുമതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു. കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് പോത്തിറച്ചിയാണ്. ബഫലോ മീറ്റ്, കാരാബീഫ്. പശുവിറച്ചി ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ കേരളത്തിലുള്ള ജിഹാദി കൂട്ടങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല, തീവ്രവാദി കൂട്ടങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ഇന്ത്യയിൽ നിന്ന് പശു ഇറച്ചിയല്ല പോണത്, കാള ഇറച്ചിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബീഫുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു പാക്കറ്റ് ബീഫ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചത്. നിങ്ങളിൽ ചിലരെങ്കിലും ഇതിനോടകം തന്നെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് എനിക്കുള്ള മറുപടി എന്ന നിലയിലാണ് റിനി ജയറാം എന്ന് പേരുള്ള ഇയാൾ ഈ രീതിയിൽ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് പ്രതികരിച്ചത്. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP RSS ചെയ്യുന്ന പ്രവൃത്തികളുടെ പേരിൽ ഇന്ത്യയിൽ ആകമാനമുള്ള ഹിന്ദുക്കളെ ഇകഴ്ത്തി കാണിക്കാൻ ഈ പശു ഇറച്ചി പോലെയുള്ള വിഷയങ്ങളിൽ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇവരൊക്കെ ഈ രീതിയിൽ വീഡിയോസ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം BJP RSS പോലെയുള്ള പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാളല്ല, അദ്ദേഹം ഒരു സാധാരണക്കാരനായ സ്വാഭിമാനിയായ ഹിന്ദുവാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം BJP RSS പ്രവർത്തകനാണെന്ന് മാത്രമല്ല, അദ്ദേഹം കറകളഞ്ഞ ഒരു തീവ്ര ഹിന്ദുത്വവാദി കൂടിയാണ്. ഈ തീവ്ര ഹിന്ദുത്വവാദി എന്ന പ്രയോഗം ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതല്ല. നാളെ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ BJP സർക്കാർ വരികയാണെങ്കിൽ ഇന്ന് UPയിലും ഹരിയാനയിലും ആന്ധ്രാപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ നമ്മൾ കേൾക്കുന്ന പശുവിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ നാളെ കേരളത്തിലും ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പ്രതിയാവാനുള്ള എല്ലാ യോഗ്യതയും നേടിയ നല്ല ഒത്തിണങ്ങിയ ഒരു തീവ്ര ഹിന്ദുത്വവാദി തന്നെയാണ് ഇദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം സാധാരണക്കാരനായ ഒരു ഹൈന്ദവ മതവിശ്വാസി ഒരിക്കലും മറ്റ് സമുദായത്തിലെ മറ്റ് മതവിശ്വാസങ്ങളിലെ മനുഷ്യരെ തീവ്രവാദികളെന്നോ ഭീകരവാദികളെന്നോ ജിഹാദികളെന്നോ എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുന്ന ഒരു സമീപനം അവരിൽ നിന്ന് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ ഇവിടെയുള്ള നമ്മൾ ഹൈന്ദവ മതവിശ്വാസികളെ ഇകഴ്ത്തി കാണിക്കുന്നു, നാണം കെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോയിൽ സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയം, ഒരു RSSകാരന്, ഒരു തീവ്ര ഹിന്ദുത്വവാദിക്ക് ഇന്ത്യയിലുള്ള മുഴുവൻ ഹിന്ദുക്കളെയും അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ഹിന്ദുക്കളെയും നമ്മൾ എന്ന് പറഞ്ഞ് RSSലേക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലേക്ക് ചേർത്ത് പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതിന് RSSും ഇവിടുത്തെ ഹിന്ദുക്കളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിൻ്റെ കുത്തകാവകാശം, സംരക്ഷണാവകാശം RSSനെ തീവ്ര ഹിന്ദുത്വവാദികളെ ആരാണ് ഏൽപ്പിച്ചത്? ഞങ്ങളും ഇവിടുത്തെ ഹൈന്ദവ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്, ഒരുമിച്ച് ജോലികൾ ചെയ്യുന്നവരാണ്, ഒരുമിച്ച് ഉറങ്ങുന്നവരാണ്, ഭക്ഷണം കഴിക്കുന്നവരാണ്, യാത്രകൾ പോകുന്നവരാണ്. ആ തരത്തിൽ മതത്തിൻ്റെ കണ്ണിലല്ലാതെ എല്ലാവരെയും മനുഷ്യരായി, പ്രത്യേകിച്ച് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണ്, ഒരുമയുടെ സന്ദേശം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലക്ഷോപലക്ഷം വരുന്ന ഹിന്ദുക്കളുടെ അധികാരം, ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള അവകാശം തീവ്ര ഹിന്ദുത്വവാദിയായ വിഭാഗീയ ചിന്താഗതിക്കാരനായ റിനി ജയറാമിനെ പോലെയുള്ളവരെ ആരാണ് ഏൽപ്പിച്ചത്? ഇനി അങ്ങനെ ഒരു പരമാധികാരം റിനി ജയറാം എന്ന തീവ്ര ഹിന്ദുത്വവാദിക്ക് ആരെങ്കിലും പതിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട്, അവൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ട് റിനി ജയറാം എന്ന തീവ്ര ഹിന്ദുത്വവാദി സംസാരിക്കാൻ തയ്യാറാവുമോ? അതിനുള്ള ധൈര്യമുണ്ടോ തനിക്ക്? 2023 UPയിൽ നടന്നൊരു സംഭവമാണിത്. മനുഷ്യരായി പിറന്നവർക്ക് തലകുനിക്കുകയല്ലാതെ മറ്റു നിവർത്തിയില്ല. വീഡിയോയിൽ ക്രൂരമായ അക്രമങ്ങൾ നേരിടുന്ന യുവാവ് ഒരു ഹിന്ദുവാണ്. ഉന്നത കുല ജാതർ എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ കീഴ്ജാതിക്കാരനായ യുവാവിനെ അവരുടെ തുപ്പൽ തീറ്റിക്കുകയാണ്. കോവിഡ് മഹാമാരിയെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഈ വീഡിയോ പുറത്തു വന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഒരു ഹിന്ദു മറ്റൊരു ഹിന്ദുവിനെ കൊണ്ട് തുപ്പൽ തീറ്റിക്കുന്നത് കാണുമ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഹിന്ദുക്കളെ മോശക്കാരാക്കുന്നു, ഹിന്ദുക്കളെ ഇകഴ്ത്തി കാണിക്കുന്നു എന്ന് നിലവിളിക്കുന്ന റിനി ജയറാം എന്ന തീവ്ര ഹിന്ദുത്വവാദിക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു ഹിന്ദു മറ്റൊരു ഹിന്ദുവിനെ കൊണ്ട് ജാതിയുടെ പേരിൽ അവൻ്റെ തുപ്പൽ തീറ്റിക്കുന്നത് കാണുമ്പോൾ താങ്കൾക്ക് അഭിമാനമാണോ തോന്നുന്നത്? അതോ ഹിന്ദു മറ്റൊരു ഹിന്ദുവിനെ ആക്രമിക്കുമ്പോൾ അത് കാണുമ്പോൾ താങ്കളെ പോലെയുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള നാണക്കേടും ഇകഴ്ത്തലും ഒന്നും തോന്നാതെ ആർഷഭാരത സംസ്കാരം ഉള്ളിൽ നിറഞ്ഞ് വീർപ്പുമുട്ടൽ അനുഭവിക്കുകയാണോ? ഹിന്ദുക്കൾക്ക് വേണ്ടി ആവേശത്തോടു കൂടി സംസാരിക്കാൻ ഇറങ്ങിയ താങ്കളോട് ഹിന്ദുവായ യുവാവിന് വേണ്ടിയിട്ട്, അവൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ട് മേൽജാതിക്കാരായ സവർണ ഭീകരരിൽ നിന്നും അവന് നേരിടേണ്ടി വന്ന അക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ
താങ്കൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നത് തുമ്പിയെ കൊണ്ടുള്ള കല്ലെടുപ്പിക്കലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് കൂടുതൽ വെല്ലുവിളികൾ നടത്തി ഒരു പ്രത്യേകതരം ഹൈന്ദവ സംരക്ഷണം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന താങ്കളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തീവ്ര ഹിന്ദുത്വവാദികൾ കെട്ടിപ്പൊക്കുന്ന കൊട്ടിഘോഷിക്കുന്ന ലോകത്ത് ഇവിടുത്തെ ഈഴവനും പുലയനും ദളിതനുമൊക്കെ ഉള്ള സ്ഥാനം എന്താണെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതൊക്കെ ഞങ്ങൾ അവർക്ക് കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ കൂടി ബോധവൽക്കരിക്കുന്നതിലുള്ള ചൊറിച്ചിലാണ് താങ്കളുടെ ഈ രീതിയിലുള്ള പ്രതികരണങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എനിക്കെതിരെ താങ്കൾ പ്രധാനമായും ആ വീഡിയോയിൽ സംസാരിച്ചത് ഇന്ത്യയിൽ നിന്നും ലോകത്തെവിടേക്കും പശു ഇറച്ചി കയറിപ്പോകുന്നില്ല എന്നതിനെ സമർത്ഥിക്കാനാണ്. പക്ഷേ അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയെങ്കിലും ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പശു ഇറച്ചി കയറിപ്പോകുന്നുണ്ട് എന്നൊരു വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതലായി ബീഫ് കയറ്റുമതി ചെയ്യുന്ന യു.പിയിലെ അറവുശാലകളിൽ അറുക്കപ്പെടുന്നത് പശുവിറച്ചിയാണ് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പശുമാംസത്തിൻ്റെ പാക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടല്ല ഞാൻ വീഡിയോയിൽ സംസാരിച്ചത്. പിന്നെ താങ്കൾ എന്തിനാണാവോ ഇങ്ങനൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിന്നും പശുവിൻ്റെ മാംസം കയറിപ്പോകുന്നില്ല എന്ന് ആവർത്തിച്ച് സമർത്ഥിക്കാൻ ശ്രമിച്ചത്? ഞാൻ എൻ്റെ വീഡിയോയിലൂടെ മുന്നോട്ട് വെച്ച പോയിന്റ് ഒരേ ഒരു പോയിന്റ് മാത്രമാണ്. ഇന്ത്യയിൽ പശുവിൻ്റെ പേരിൽ സംഘപരിവാർ തല്ലിക്കൊന്ന 100-ലധികം വരുന്ന മുസ്ലിങ്ങൾ അവർ കൊല്ലപ്പെട്ടത് പശുമാംസം കയ്യിൽ വെച്ചതിൻ്റെ പേരിലായിരുന്നില്ല. നിങ്ങൾ തന്നെ വീഡിയോയിൽ പറഞ്ഞ കാളയുടെയോ പോത്തിൻ്റെയോ എരുമയുടെയോ ആടിൻ്റെയോ ഒക്കെ മാംസം കയ്യിൽ വെച്ചതുകൊണ്ടാണ്. അഖ്ലാഖ് എന്ന വയോധികനെ സംഘപരിവാർ തീവ്രവാദികൾ തല്ലിക്കൊന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിൽ സൂക്ഷിച്ചത് പശുമാംസം എന്ന് പറഞ്ഞിട്ടാണ്. അന്വേഷണത്തിൽ നിന്നും പിന്നീട് എന്താണ് മനസ്സിലായത്? അത് ആടിൻ്റെ മാംസമായിരുന്നു എന്നാണ്. ഹരിയാനയിലെ ക്ഷീരകർഷകനായ പെഹ്ലു ഖാൻ പശുക്കളെ വളർത്തി അതിൻ്റെ പാല് കറന്ന് ജീവിക്കുന്ന 55 വയസ്സുകാരനായ പെഹ്ലു ഖാൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? അദ്ദേഹം പശുവിനെ അറുത്തതുകൊണ്ടാണോ? പശുമാംസം കടത്തിയതുകൊണ്ടാണോ? ഏതെങ്കിലും തരത്തിൽ പശുവിനെ ഉപയോഗിച്ച് ഹൈന്ദവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയതിൻ്റെ പേരിലാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം മൃഗമേളയിൽ നിന്നും പശുക്കളെ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ സംഘപരിവാർ തീവ്രവാദികൾ മനഃപൂർവ്വം അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇങ്ങനെ 100 കണക്കിന് സംഭവങ്ങൾ തെളിവുകളായി ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇതെല്ലാം നടന്നത് 100 കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടത് അതിലൂടെ അവരുടെ കുടുംബങ്ങളൊക്കെ അനാഥരായത് പശുവിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. എന്നാൽ അവരിൽ നിന്നും കണ്ടെടുത്തത് പോത്തിനെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെയോ മാംസങ്ങളായിരുന്നു. എന്നിട്ട് ഇന്ത്യയിൽ നാൽക്കാലികളെ വിൽക്കുന്ന അല്ലെങ്കിൽ പോത്തിൻ്റെയും കാളയുടെയും എരുമയുടെയും ആടിൻ്റെയും ഒക്കെ മാംസം വിൽക്കുന്നവരെ പശുവിൻ്റെ മാംസങ്ങൾ വിൽക്കുന്നു അല്ലെങ്കിൽ പശുവിനെ അറുക്കുന്നു എന്ന പേരിൽ മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് തല്ലിക്കൊന്നിട്ട് അതേ മാംസം നിങ്ങൾ യു.പിയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം കയറ്റി അയക്കുന്നതിലെ വിരോധാഭാസത്തെയാണ്, നിങ്ങളുടെ കാപട്യത്തെയാണ് ഞാൻ പരസ്യമായ ആ വീഡിയോയിലൂടെ തുറന്നു കാണിച്ചത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ വീഡിയോയിലൂടെ താങ്കൾ നടത്തിയ അവകാശവാദങ്ങളെ പൊളിക്കുന്ന ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. താങ്കൾ ആ വീഡിയോയിൽ വലിയ ആവേശത്തിൽ പറഞ്ഞത് ഇന്ത്യയിൽ എവിടെയും പശുവിനെ അറുക്കുന്നില്ല, പശുമാംസം കയറ്റി അയക്കുന്നില്ല എന്നൊക്കെയാണല്ലോ. മധ്യപ്രദേശിൽ വർഷങ്ങളായി BJP ഭരിക്കുന്ന കോർപ്പറേഷനിൽ നിന്ന് 26 ടൺ പശു ഇറച്ചി കണ്ടെത്തിയിരിക്കുന്നു. വെറുതെ അങ്ങ് പറയുന്നതല്ല. പിടിക്കപ്പെട്ട മാംസം ലാബിലേക്ക് അയച്ചു നടത്തിയ ടെസ്റ്റിൽ നിന്നും മനസ്സിലായത്, അതിൽ നിന്നും ബോധ്യപ്പെട്ടത് ഇത് പശുവിൻ്റെ മാംസം തന്നെയാണെന്നാണ്. ഈ 26 ടൺ പശുമാംസം മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ എത്തിച്ച് അവിടെ നിന്നും ചെന്നൈ വഴി UAE-യിലേക്ക് കടത്താനായിരുന്നു ശ്രമം. അതെന്തിനാണ് സംഖ്യകളെ ഇത് UAE-യിലേക്ക് കടത്തുന്നത്? എന്തിനാണ് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് കടത്തുന്നത്? ഇത് നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് കടത്തിക്കൂടെ? നേപ്പാളിലേക്ക് കടത്തിക്കൂടെ? എന്തിനാണ് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെ കടത്തുന്നത്? അപ്പോൾ നിങ്ങളുടെ ഗോമാതാവിനെ നിങ്ങൾക്ക് തന്നെ അറക്കാം, പക്ഷെ അതിൻ്റെ മാംസം കാക്കാമാർ തന്നെ കഴിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ദഹിക്കൂ, അല്ലേ? കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് റിനി ജയറാം എന്ന തീവ്ര ഹിന്ദുത്വവാദിയോട്, പശു സംരക്ഷകനോട് ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ ഈ കറവ പറ്റുന്ന നിങ്ങളുടെ പശുക്കളെ, നിങ്ങളുടെ ഗോമാതാവിനെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സത്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ അറിയാം. പക്ഷേ ഇന്നലെ ഈ വാർത്ത കൂടി പുറത്തു വന്നതോടുകൂടി കുറേ ആളുകൾക്ക് കൂടി അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് റിനി ജയറാം എന്ന തീവ്ര ഹിന്ദുത്വവാദിയോട് അവസാനമായ ഒരു കാര്യം ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ ഊക്കലും ഉപദേശവും ഒരുമിച്ച് വേണ്ട, പ്രത്യേകിച്ച് ഹൈന്ദവരുടെ ചിലവിൽ ഒട്ടും വേണ്ട.